ഇന്ത്യയിലുടനീളം അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് സർക്കാർ. ദില്ലിയിലും യുപിയിലും അടക്കം ഇന്ത്യയിലെ വിവിധ ക്ഷേത്രങ്ങൾക്ക് സുരക്ഷ ശക്തമാക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതിന് കാരണമായത് ലക്ഷറി തോയ്ബയും അവരുടെ സ്ലീപ്പർ സംഘടനകളും മറ്റു സംഘടനകളും ചേർന്ന് രാജ്യത്തെ ചെങ്കോട്ടയിലും ചന്ദിനി ചൗക്കിന് സമീപമുള്ള ക്ഷേത്രത്തിലും ഉത്തർപ്രദേശിലും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള ക്ഷേത്രങ്ങളിലോ സ്ഫോടനം നടത്താൻ IED സ്ഫോടന പരമ്പര നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ള ഇന്റലിജൻസ് വിവരത്തെ തുടർന്നാണ് ഇപ്പോൾ ഈ നടപടി കർശനമാക്കിയിരിക്കുന്നത്. ഫെബ്രുവരി, അതായത് 2026 ഫെബ്രുവരി 6-ന് ഇസ്ലാമാബാദിലെ ഒരു മസ്ജിദിലുണ്ടായ സ്ഫോടനത്തിന് പ്രതികാരം ചെയ്യുന്നതിനാണ് ഞങ്ങൾ ഇന്ത്യയിൽ സ്ഫോടനം നടത്തുന്നതാണ് ലഷ്കർ ഇ തോയ്ബ പറയുന്നത്. ആ മസ്ജിദിൽ നടന്ന സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഇന്ത്യ ആണ് എന്ന ഈ ഭീകര സംഘടനകൾ ആരോപിക്കുന്നു. ഏതായാലും ഇന്റലിജൻസ് ഇപ്പോൾ നൽകുന്ന വിവരം, ഈ റെയിൽവേ സ്റ്റേഷനുകൾ, തിരക്കേറിയ ഇടങ്ങൾ, മാർക്കറ്റുകൾ, ഒപ്പം തന്നെ ഈ ക്ഷേത്രങ്ങൾ, ഇവിടെയെല്ലാം അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് സംശയകരമായ സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രവൃത്തികൾ കണ്ടാലോ സാധനങ്ങൾ കണ്ടാലോ പോലീസിനെയും മറ്റും വിവരം അറിയിക്കണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകണ്ട എന്നും സർക്കാർ പറയുന്നുണ്ട്. ഇന്റലിജൻസ് വിവരം അനുസരിച്ച് രാജ്യത്തെ പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങളിലും ഈ ഭീകരർ ആക്രമണം നടത്താൻ നേരത്തെ തന്നെ പ്ലാൻ ഇട്ടിരുന്നവയാണ്. ഈ ചെങ്കോട്ട സ്ഫോടനം അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്ലാനിങ്ങുകൾ പാളിയിരുന്നു. ഇത്തവണ ഒരു സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം ലോകം മുഴുവൻ നിൽക്കുമ്പോൾ ഇന്ത്യയിൽ ഒരു സ്ഫോടനം നടത്തി തങ്ങൾക്ക് കരുത്തുണ്ട്, തങ്ങൾ തകർന്നിട്ടില്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ സർക്കാരിന്റെ മങ്ങിയ പ്രതിച്ഛായ ഒന്ന് നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ കേന്ദ്രം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.